ബിജെപി വ്യാജ രസീത് വിവാദത്തിൽ കോളേജ് അധ്യാപകന് മർദ്ദനം. ചെരണ്ടത്തൂർ MHESലെ അധ്യാപകൻ ശശികുമാറിനാണ് മർദ്ദനമേറ്റത്. അധ്യാപകൻ വഴി റെസിപ്റ്റ് പുറത്തുപോയി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ബിജെപി കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകി. ലതീഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, എന്താണ് സംഭവം? സൗമ്യ, ബിജെപിയുടെ മെഡിക്കൽ കോളേജ് കോഴ ആരോപണം ഉയർന്നു വന്നതിന് ശേഷമാണ് കോഴിക്കോട് നടന്ന നാഷണൽ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട വ്യാജ റെസിപ്റ്റ് വിവാദം ഉയർന്നു വരുന്നത്. റെസീറ്റ് അടക്കമുള്ള തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ ഈ വാർത്ത പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യാജ റെസീറ്റ് അല്ല എന്ന വാദവുമായി ബിജെപി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് വ്യാജ റെസിപ്റ്റ് തന്നെ ആയിരുന്നു എന്ന കാര്യം ഉറപ്പുവരുത്താവുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ബിജെപിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ബിജെപിയുടെ കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളി അടക്കമുള്ളവർക്കെതിരെയാണ് ഈ കോളേജ് അധ്യാപകൻ, മർദ്ദനമേറ്റ കോളേജ് അധ്യാപകൻ ഇപ്പോൾ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. MHES ചെരണ്ടത്തൂർ ചെരണ്ടത്തൂർ MHESൽ കോളേജിലെ അധ്യാപകനായ ശശികുമാറിനെ കുറ്റ്യാടി മണ്ഡലം ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് PP മുരളിയും അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി എടക്കുടി മനോജ് അടക്കമുള്ള സംഘം തടഞ്ഞു വെക്കുകയും 3 മണിക്കൂറോളം ഇയാളെ ബന്ദിയാക്കി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. ഇദ്ദേഹം വഴിയാണ്, ശശികുമാർ വഴിയാണ് ഈ റെസിപ്റ്റ് പുറത്തുപോയത്, വ്യാജ റെസിപ്റ്റ് പുറത്തുപോയതെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. അവസാനം ഇയാളിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് ഇയാളുടെ ഒപ്പ് വാങ്ങി ആണ് സംഘം മടങ്ങിയത്. 3 മണിക്കൂറോളം അധ്യാപകനെ തടഞ്ഞു വെക്കുകയും ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് ഇപ്പോൾ അധ്യാപകൻ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വ്യാജ റെസിപ്റ്റുമായി ബന്ധപ്പെട്ട് ബിജെപി ഉയർത്തിയ വാദങ്ങളെല്ലാം തന്നെ അസ്ഥാനത്താകുന്ന തരത്തിലാണ്. ബിജെപിയുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ അധ്യാപകനെതിരെയുള്ള മർദ്ദനത്തിന്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ബിജെപി വ്യാജ രസീത് വിവാദത്തിൽ കോളേജ് അധ്യാപകന് മർദ്ദനം. ചെരണ്ടത്തൂർ MHESലെ അധ്യാപകൻ ശശികുമാറിനാണ് മർദ്ദനമേറ്റത്.